ഒടുവിൽ ആ സ്ഥിരീകരണം വന്നിരിക്കുന്നു. സുഖോയ് 30 യുദ്ധവിമാനം തകർന്ന പൈലറ്റുമാർക്ക് വീരമൃത്യു. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ്, ദുരാഖർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. അസമിൽ പരിശീലന പറക്കലിനിടെ റഡാർ പരിധിയിൽ നിന്ന് വിമാനം തെന്നിമാറിയിരുന്നു. പിന്നാലെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകാൻ എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഒടുവിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ആ സ്ഥിരീകരണം വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ യുദ്ധവിമാനം തകർന്നത്? നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പൈലറ്റുമാർക്ക് വീരമൃത്യു സംഭവിച്ചു എന്നുള്ളതാണ്. സുഖോയ് 30 യുദ്ധവിമാനം തകർന്ന അപകടത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പർവേഷ്, ദുരാഖർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. നേരത്തെ അസമിലെ തേസ്പൂർ വ്യോമതാവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനായി ഉയർന്ന സുഖോയ് 30 MKI യുദ്ധവിമാനമാണ് പരിശീലന പറക്കലിനിടെ റഡാർ പരിധിയിൽ നിന്നും കാണാതായത്. ഗുവാഹത്തിക്ക് വടക്ക് ഭാഗത്തുള്ള വനമേഖലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനം റഡാറിൽ നിന്നും മറഞ്ഞത്. ഇത് കാലാവസ്ഥയാണ്, അതോ സാങ്കേതിക തകരാറാണോ പ്രശ്നം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വൈകാതെ തന്നെ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാകും. നിലവിൽ ഇരുവരും വീരമൃത്യു വരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ വ്യോമസേന പുറത്തുവിട്ടിട്ടുണ്ട്. ശരി ശ്രീകാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കാണാതായ സുഖോയ് യുദ്ധവിമാനം തകർന്ന 2 പൈലറ്റുമാർക്കാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ യുദ്ധവിമാനം തകർന്നത്? എങ്ങനെയാണ് റഡാറിൽ നിന്നും ഇത് അപ്രത്യക്ഷമായത്? സാങ്കേതിക തകരാറാണോ, മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ വരും മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിക്കും. ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.